This morning I request your attention to Book of Acts, chapter 27. ആമേൻ. ഇന്നത്തെ പ്രഭാത വചന ധ്യാനത്തിന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. There are a lot of verses to read, but I'm not going to read all of them. So hopefully I can convey the message without going through verse by verse. But 27 we read, and when it was decided that we should sail to Italy, they delivered Paul and some of the prisoners to one named Julius, a centurion of the Augustan regiment. So entering a ship of Demetrium, we put to sea, meaning to sail along the coast of Asia. Aristarchus, a Macedonian of Thessalonica, was with us. ആമേൻ. 1-2 ഇങ്ങനെ വായിക്കുന്നത്, ഞങ്ങൾ കപ്പൽ കയറി ഇറ്റലിക്ക് പോകണമെന്ന് കൽപ്പനയായപ്പോൾ പൗലോസിനെയും മറ്റു ചില തടവുകാരെയും അഗസ്ത്യ പട്ടാളത്തിലെ ശതാധിപനായ യൂലിയോസിനെ ഏൽപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ ആസ്യക്കര പറ്റി ഓടുവാനുള്ള ഒരു ആദ്രമുത്യ കപ്പലിൽ കയറി നീക്കി. തെസ്സലോനിക്കയിൽ നിന്നുള്ള മക്കെദോന്യക്കാരനായ അരിസ്തർഹോസും ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു. I think if you have been in a Pentecostal churches for some time, Acts 27 is not an unfamiliar topic to you. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികൾ 27-ാം അധ്യായം നിങ്ങൾക്ക് സുപരിചിതമായ ഒരു വേദഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. It is Paul as a prisoner going to Rome. ബദ്ധനായ പൗലോസ് റോമിലേക്ക് കടന്നു പോകുന്ന ഒരു സംഭവമാണ് കാണുന്നത്. And that journey and what happened and the shipwreck and all of these things, it's a very familiar to all of us. യാത്ര മുതൽ അപ്പോസ്തലന്റെ കപ്പൽ ഛേദത്തിൽ അകപ്പെടുന്നത് അവസാനം വരെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സുപരിചിതമാണല്ലോ. But this time when apostle going as a prisoner, there is something unique about it. ബന്ധിക്കപ്പെട്ടവനായ അപ്പോസ്തലൻ കടന്നു പോകുമ്പോൾ പ്രത്യേകമായ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നതായി കാണുന്നു. I want to invite your attention to Acts chapter 19 verse 21. 19-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ, where we read that apostle Paul, after ministering in his third missionary journey, മൂന്നാം മിഷൻ യാത്രയിൽ he came to Ephesus and he was ministering there. എഫെസസിൽ കടന്നു വന്ന് അവിടെ ശുശ്രൂഷ തുടങ്ങുമ്പോൾ, then he is saying that after I want to kind of visit all these places, he says a particular word, I must also see Rome. 21-ാം വാക്യത്തിന്റെ അവസാനത്തിൽ പറയുമ്പോൾ, ഞാൻ അവിടെ ചെന്ന ശേഷം റോമയും കാണണമെന്ന് പറഞ്ഞു. So he had a desire to go and see Rome. ആമേൻ. റോമിൽ കടന്നുപോയി കാണുവാൻ ആഗ്രഹിക്കുന്ന അപ്പോസ്തലൻ. And Romans chapter 1 verses 14 to 15 we read, റോമർക്ക് എഴുതിയ ലേഖനം 1-14-15 വരുമ്പോൾ, apostle again is saying that I want to go to Rome and preach to the civilized and educated people there. ഞാൻ റോമിലേക്ക് കടന്നുപോയി അവിടെ ആയിരിക്കുന്ന അഗ്രഗണ്യരായ അവരുടെ മുമ്പിൽ സുവിശേഷം പറയണമെന്ന് പറയുന്നു. So that was his deep desire. അതാണ് അവന്റെ അകത്തെ ആഴത്തിലുള്ള ആഗ്രഹം. And remember who Paul is. Paul is a mighty man of God. ദൈവത്തിന്റെ ശക്തനായ ഒരു വ്യക്തിയാണല്ലോ അപ്പോസ്തലനായ പൗലോസ്. He's a great prophet, very anointed. He healing ministry. He has some tremendous revelation. I mean, he is in all very educated, a very well known figure. ആമേൻ. പ്രവചന വരങ്ങളും രോഗസൗഖ്യദായങ്ങളും അഗ്രഗണ്യനായ ഒരുവൻ പൗലോസ് അപ്പോസ്തലനായ ഒരുവനെ പറ്റിയാണല്ലോ നാം കാണുന്നത്. So in that regard he can go to Rome as a very strong evangelist. ഒരു നല്ല സുവിശേഷകനായി റോമിലേക്ക് കടന്നു പോകാൻ കഴിയുന്ന ഒരു He can go over there, he can do a convention, crusade, whatever he wants to do. അവിടെ കടന്നുപോയി തനിക്ക് ആഗ്രഹമുള്ളതെല്ലാം ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വേണ്ടി ചെയ്യുവാൻ കഴിയുന്ന ഒരു അപ്പോസ്തലൻ. So he had a desire to go to Rome. റോമിലേക്ക് കടന്നു പോകാൻ അതിയായ ആഗ്രഹത്തോടെ ഒരുങ്ങിയിരിക്കുന്ന സുവിശേഷകൻ. But now where we see that in chapter 27 he is going to Rome. 27-ാം അധ്യായത്തിലേക്ക് കടന്നു വീഴുമ്പോൾ റോമിലേക്ക് കടന്നു പോകുന്ന ഒരു അപ്പോസ്തലൻ. Not as he thought he would be. താൻ ചിന്തിച്ച പ്രകാരമല്ല റോമിലേക്ക് കടന്നു പോകുന്നത്. Now he is going into the Rome as a prisoner. ഒരു ബന്ധിക്കപ്പെട്ടവനായി റോമിലേക്ക് കടന്നു പോകുന്ന അപ്പോസ്തലൻ. And look at why God is allowing that to happen. എന്തുകൊണ്ടാണ് ദൈവം തന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുവാൻ ഇടയാക്കിയത്? I mean, why can't Paul go as an evangelist? Why should he go as a prisoner? ഒരു സുവിശേഷകനായി പോകുന്നതിന് പകരമായിട്ട് എന്തുകൊണ്ട് ഒരു ആക്കപ്പെട്ടവനായി കടന്നു പോകുന്നു? There are a few things let me present in front of you. ഇന്ന് പ്രഭാതത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. This particular
particular time in his life, the Jews were very angry and they wanted to kill him. ഈ സമയത്ത് പൗലോസിനെ കൊല്ലുവാൻ തക്കവണ്ണം ക്രുദ്ധിച്ചുകൊണ്ട് നടക്കുന്ന യഹൂദന്മാര് In the third missionary journey, and one point that they were so determined to wipe him out. മൂന്നാം മിഷൻ യാത്രയിൽ അവനെ തുടച്ചു നീക്കണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടെ ഇറങ്ങിത്തിരിക്കുന്ന യഹൂദന്മാര് At that time, one way to be protected, that he needs to be arrested by Rome. അവിടെ നിന്ന് രക്ഷിച്ചെടുക്കുവാൻ തക്കവണ്ണം അവിടെ അവനെ അറസ്റ്റ് ചെയ്യുന്നു. Once he is arrested by Rome, no Jewish people can touch him. റോമക്കാർ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട ഒരു യഹൂദനും അവനെ തൊടുവാൻ കഴിയത്തില്ലല്ലോ. And not only that, once now he is a Roman prisoner and he had a desire, he appealed to Caesar. That means he had to go to Rome. അവൻ റോമക്കാരുടെ കയ്യിൽ ചങ്ങലക്കകപ്പെട്ടവനാ, ഇനി ഞാൻ കൈസറുടെ മേൽ അഭയം ചോദിക്കുന്നു. Because he appealed to Caesar, now he is a Roman prisoner. He had to be transported over there under government expense. അവൻ അവിടെ നിന്ന് ആ ഗവൺമെന്റിന്റെ ആ സാമ്പത്തികത്തിൽ തന്നെ അവനെ റോമിലേക്ക് കടന്നു പോകാനുള്ള ഒരു സംഭവം ഇടയായി. He is protected. His ticket is paid, by Roman government, and now he is going into Roman city. റോമൻ ഭരണാധികാരിയാൽ തുറങ്കിലടയ്ക്കപ്പെട്ട അവരുടെ സാമ്പത്തികത്തിൽ തന്നെ സംരക്ഷണയോടുകൂടി റോമിലേക്ക് കടന്നു പോകുന്ന as a prisoner, when he reached Rome, and it is afterwards when he reached Rome, he was given all of that people. He was able to preach the gospel to the God, to the elite people, and a lot of people. Otherwise, he had no chance to get there. റോമിൽ എത്തിയ ശേഷം തനിക്ക് മുമ്പിലായിരിക്കുന്ന അഗ്രഗണ്യരെ എല്ലാവരുടെ മുമ്പിൽ സുവിശേഷം പറയാനുള്ള ഒരു വഴിയാണ് ഇതിൽ കൂടി അവിടെ ദൈവം ഒരുക്കി കൊടുത്തത്. Philippians chapter 1 verse 12 and 13 it says that I am a prisoner of the Lord Jesus Christ for the advancement of the gospel. ആ സുവിശേഷത്തിന്റെ വ്യാപ്തിക്കായി ക്രിസ്തുവിന്റെ ബദ്ധനായിരിക്കുന്ന ഒരുവനെന്ന് ആ ലേഖനത്തിൽ വിളിച്ചു പറയുന്നു. Here there Paul saying that everyone, the praetorian guard, know that I am a prisoner, but I preach the gospel and they know that I am here by the divine purpose of God. അവൻ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നു, ഞാൻ ഇവിടെ ആയിരിക്കുന്ന ക്രിസ്തുവിന്റെ നിയോഗ പ്രകാരമാണ്, ക്രിസ്തുവിന്റെ ബദ്ധനായിരിക്കുന്ന സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ഞാൻ ഇവിടെ ആയിരിക്കുന്നു എന്ന് പറയുന്നു. Then look at God is very purposefully taking him over there. വളരെ തീരുമാനത്തോടു കൂടിയാണ് ദൈവ ലക്ഷ്യബോധത്തോടെ ദൈവം അവനെ അവിടെ നിന്ന് വിളിച്ചു വേർതിരിക്കുന്നു. God knows the nature of Paul. ഓ പൗലോസ് അപ്പോസ്തലന്റെ യഥാർത്ഥ നേച്ചർ അറിയാവുന്ന ദൈവം. He knows that once Paul get into a city, he has no rest. He will run to that place. He will run to that street. He will go to that synagogue. He is a busy man. ഒരിടത്തേക്ക് ദൈവം അവനെ അയച്ചു കഴിഞ്ഞാൽ അവിടെ താൻ കാണുന്നിടത്തെല്ലാം പോയി സുവിശേഷം അറിയിച്ച തന്റെ സമയം വൃഥാവാക്കാതെ സുവിശേഷം എല്ലാവരിലേക്കും എത്തിക്കണമെന്നൊരു നിശ്ചയദാർഢ്യത്തോടെ ഇരിക്കുന്ന ഒരു സുവിശേഷകൻ. God knew that the only way to put Paul in the prison is to give 4 epistles out of there. അവിടെ ആയിരിക്കുന്നിടത്ത് ദൈവത്തിന്റെ യഥാർത്ഥമായ വചനം പറയാൻ നോക്കണം. അവനെ ഒരു തരംഗൽ അയക്കണമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. Ephesians, Philippians, Colossians, Philemon, 4 precious epistles prepared and written in the prison by him. അവൻ ഒരു തുറങ്കിലായിരുന്നപ്പോഴാണ് 4 സുവർണ്ണ ലേഖനങ്ങൾ ആ അപ്പോസ്തലന്റെ കൈകളിൽ കൂടി എഴുതപ്പെട്ടത്. Paul, you had a desire to go to Rome. If you were simply as an evangelist, if you traveled through Rome, you might have preached here and there, but now you are a prisoner of the Lord Jesus Christ. You are in the plan of God, and God is going to accomplish much out of you. ഒരു സുവിശേഷകനായി അവിടെ കടന്നു പോയിരുന്നെങ്കിൽ യഥാർത്ഥമായി അവിടെ സുവിശേഷം പറയുവാൻ കഴിയുമെന്നൊരു സംശയം വരുന്നെങ്കിൽ ദൈവത്താൽ ഭരമേൽപ്പിച്ച് ദൈവത്താൽ ബദ്ധനായിരിക്കുന്ന പൗലോസ് അവിടെ പോയപ്പോൾ യഥാർത്ഥമായി ദൈവത്തിന്റെ പദ്ധതിയല്ലേ അവിടെ വെളിപ്പെട്ടത്. This might be a testimony of some of you. അവൻ ഇവിടെ ആയിരിക്കുന്ന ചിലരുടെ യഥാർത്ഥ സാക്ഷ്യമല്ല ഇതിൽ കൂടി വെളിപ്പെട്ട് വരുന്നത്. You wanted to love the Lord Jesus. You wanted to serve him. You want to do something for him. ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കണം, ദൈവത്തിന് യഥാർത്ഥമായി ശുശ്രൂഷ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയല്ലേ ഇവിടെ. You left your community, you left your everything background. You wanted to serve the Lord, and you knew that the path forward, Jesus is going to take care of me. നിങ്ങൾ ആയിരിക്കുന്ന സമൂഹത്തെ വിട്ടു വേർപിരിച്ചു വന്നു, നിങ്ങളുടെ കുടുംബ സാഹചര്യങ്ങളെ വിട്ടു മാറി വന്നു. എന്തായാലും ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി നിങ്ങളെ തന്നെ വേർതിരിച്ചില്ലേ. But some of you did not know the path that God is going to take you is different than your plan. അവൻ നിങ്ങളുടെ പദ്ധതിക്ക് ഉപരിയായിട്ട് ദൈവത്തിന്റെ പദ്ധതി യഥാർത്ഥമായി ഉണ്ടെന്ന് പലപ്പോഴും നിങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്നില്ലല്ലോ. You didn't know this is the path you had to walk. ഈ വഴിയിൽ കൂടെ നിങ്ങൾ പോകണം
ചെയ്യണമെന്ന ഒരു ചിന്ത നിങ്ങൾക്ക് It അറിയുന്നില്ല. was true that you had a desire to love Jesus. യഥാർത്ഥമായി ക്രിസ്തുവിനെ സ്നേഹിക്കണമെന്നുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നുള്ള സത്യം But the തന്നെ. journey with Jesus sometimes is different than our calculations. നമ്മുടെ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറമായിട്ടുള്ള മറ്റൊരു പാതയാണ് ദൈവം നിങ്ങളുടെ മുമ്പിലേക്ക് ഒരുക്കി വെക്കുന്നത്. Child of God, the pain, the travel, amen, the loneliness, that whatever you are suffering in your life today, amen, accept that. It is as long as you are in the will of God, it is the divine plan of God. ഏകാന്തതയുടെ ഒരു അനുഭവത്തിൽ കൂടിയാണ് Amen. നിങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു അനുഭവമാണോ? എന്നാൽ പ്രഭാതത്തിൽ വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ യഥാർത്ഥ പദ്ധതി നിറവേറ്റുവാൻ തക്കവണ്ണം ഈ പാതയിലേക്ക് ദൈവം നയിക്കുന്നു. Just because Paul became a prisoner, it was not the end of his mission or ministry. ഒരു ബന്ധിക്കപ്പെട്ടവനായിട്ട് പൗലോസ് ആണെങ്കിൽ അതൊരിക്കലും അവന്റെ ശുശ്രൂഷ അവിടെ അവസാനിക്കുന്നില്ല. God is going to do much more than his plan. ബന്ധിക്കപ്പെട്ട അവസ്ഥയിലും പൗലോസിനെ യഥാർത്ഥമായി ദൈവം ഉപയോഗിക്കാൻ This is a message for some of you this morning. ഇവിടെ ആയിരിക്കുന്ന ചിലരോട് വ്യക്തമായി ദൂത് വിളിച്ചു പറയുന്നത്, Amen. God has not done with you yet. നിങ്ങളുടെ ജീവിതം ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല, ദൈവം അവസാനിപ്പിക്കുന്നില്ല. Amen. He has much better plan for you. ചില പ്രത്യേക പദ്ധതികൾ നിങ്ങൾ കൂടെ ചെയ്തെടുക്കുവാൻ അവിടുന്നുണ്ട്. And he is able to do it and he is willing to do അവിടുന്ന് it. ചെയ്തെടുക്കുവാൻ കഴിവുള്ളവനാ, അവിടുന്ന് ചെയ്യുവാൻ പോകുന്നവനാണ് യഹോവ. Amen. ആമേൻ. ആമേൻ. When we hear the word, we have to accept that. ആമേൻ. നിങ്ങൾ കേൾക്കുന്ന ദൂത് യഥാർത്ഥമായി ഏറ്റെടുത്ത് അതിനു വേണ്ടി പ്രതികരിക്കുക. Jesus said, Amen, because the people don't accept the word and the word is not becoming a faith in their heart, nothing is അവർ happening. കേൾക്കുന്ന വചനം വിശ്വാസമായി പരിഗണിച്ചില്ലെങ്കിൽ അത് യഥാർത്ഥമായ ഒരു പ്രവൃത്തിയിലേക്ക് വരത്തില്ലെന്ന് വചനം വിളിച്ചു പറയുന്നു. This morning, Amen, God will give you a word. If yes. you take that word and accept, let that transform into a faith. Amen. God is going to do something Yes. greater in your life. അവർ കേൾക്കുന്ന ദൂത് യഥാർത്ഥമായി നിങ്ങൾ ഏറ്റെടുത്തത് അതിൽ പ്രതികരിക്കുമെങ്കിൽ അത് യഥാർത്ഥമായി അതൊരു പ്രവൃത്തിയിലേക്ക് ദൈവം നയിക്കുമെന്ന് യഥാർത്ഥമായി ദൂത് വിളിച്ചു പറയുന്നു. Amen. So now he is a prisoner and he is going to Rome. ബദ്ധനായി ബന്ധിക്കപ്പെട്ടവനായി റോമിലേക്ക് കടന്നു പോകുന്ന പൗലോസ് അപ്പോസ്തലൻ. The verse 1 and 2 we read two other people going with him. ആമേൻ. 1ഉം 2ഉം വായിക്കുമ്പോൾ രണ്ട് സഹ ആൾക്കാർ അവനോടുകൂടെ പോകുന്നതായി കാണാം. One is the physician Luke is going with him. വൈദ്യനായ ലൂക്കോസ് അപ്പോസ്തലനോടുകൂടെ കടന്നു പോകുന്നു. Second one, we can see that there is a man named Aristarchus going with him. അരിസ്തർക്കസ് എന്ന പേരുള്ള ഒരു വ്യക്തിയും അപ്പോസ്തലനോട് പൗലോസിനോടുകൂടെ. Oh, this is very interesting because Paul is a prisoner. ആമേൻ. ഒരു ബന്ധിക്കപ്പെട്ടവനായി പൗലോസ് കടന്നു പോകുമ്പോൾ He is a political prisoner. ആമേൻ. നമ്മുടെ രാഷ്ട്രീയപരമായി അവനെ ഒരു Because he is not a criminal, he is a political prisoner. അവൻ ഒരു കുറ്റവാളിയായിട്ടല്ല കാണപ്പെടുന്നത്, അവിടെ ജാതീയമായ ഒരു കുറ്റം ചെയ്തതിന് അവനെ കൊണ്ടുപോകുന്നു. So as he is going to Rome, there are two people decided to go with him. റോമിലൊക്കെ ബന്ധിക്കപ്പെട്ടുകൊണ്ട് പോകുമ്പോൾ അവനോടൊപ്പം തന്നെ രണ്ട് വ്യക്തികളും ചേരുന്നതായി നാം കാണുന്നു. There has to be a reason for those two people. They need to get permission from the Roman government. So what happened? The Bible theologian says, based on the Colossians chapter 4 verse 10, that the Aristarchus became a co-prisoner, a slave for apostle, and said, I am a slave of Paul and I want to serve him, so I have to go with him. അവൻ ഇത് പ്രത്യേകമായ ഒരു പ്രത്യേക കാരണം ഇതിന്റെ പിന്നിലുണ്ട്. ആ ഫിലിപ്പിയൻസ് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഒരു സഹബദ്ധനായ ഒരു വ്യക്തി, ഞാൻ അപ്പോസ്തലന്റെ ഒരു അടിമയായിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അവനോടൊപ്പം പോയിരിക്കുന്നു എന്ന് പറയുന്നു. Praise God. Luke will give a petition saying that I am his personal physician and I need to serve him. I need to go with him. ഞാൻ എന്റെ അപ്പോസ്തലനെ എനിക്ക് സേവിക്കണം, ശുശ്രൂഷിക്കണം, ഞാൻ അവന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തണം എന്നുള്ള ഒരു റിക്വസ്റ്റോടെ ലൂക്കോസും കടന്നു പോകുന്നു. Oh, in the most critical point of view, he's been arrested and he's going as a prisoner, and the two people decided, you know what, we're going to give up our comfort, we're going to give everything, we're going to go with him. ആമേൻ. തന്റെ പ്രത്യേക സാഹചര്യങ്ങളിൽ ബന്ധിക്കപ്പെട്ട പൗലോസിനെ കാണുമ്പോൾ ഈ കാര്യങ്ങളിൽ തന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും മാറ്റി വെച്ചിട്ട് കൂടെ ഉണ്ടാവുന്ന രണ്ടുപേര് അവനോടൊപ്പം പോകുവാൻ. There are times in the life of Paul, we know that there are people left him. 2 Timothy 4:10 we read, a co-worker Demas left him. That was really grieving for Paul. 2 തിമോഥെയോസിന്റെ 4:10 കടന്നു വരുമ്പോൾ തന്റെ കൂടെ ഉണ്ടായിരുന്ന ശുശ്രൂഷ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പലരും അവനെ ഉപേക്ഷിച്ചിട്ട് കടന്നു പോകുന്നതായി നാം കാണുന്നുണ്ട്. 2 Timothy chapter 1 verse 15 says the people in Asia deserted him and nobody stood with him. ആസിയയിലുള്ളവർ എന്നെ ഉപേക്ഷിച്ചു എന്ന് 2 തിമോഥെയോസിന്റെ 1:10 കടന്നു പറയുന്നു. But at this point, as a prisoner, two people decided to go with him. അവൻ എന്നാൽ ഈ സാഹചര്യത്തിൽ അവനോടൊപ്പം രണ്ട് വ്യക്തികൾ കൂടെ ചേരുകയാണ്. Brothers and
sister, I have a message over there for you. ഇവിടെ ആയിരിക്കുന്ന സഹോദര സഹോദരി ഒരു ദൂത് വ്യക്തമായി നിങ്ങളോട് വിളിച്ചു There are times in your life that you may have to go alone. ചില സാഹചര്യം നിങ്ങൾ ഏകരായി കടന്നു പോകേണ്ടത് ആവശ്യമുണ്ട്. This is a spiritual journey. This journey, sometimes you have to travel alone. ആത്മീയമായ ഈ യാത്രയിൽ നിങ്ങൾ കടന്നു പോകുമ്പോൾ ചില സാഹചര്യങ്ങൾ ഏകയായി കടന്നു പോകേണ്ടതുണ്ട്. But there are times that you will be a comfort for others. എന്നാൽ ചില സമയങ്ങളിൽ നിങ്ങളോട് ചില വ്യക്തികൾ There will be a time that God will provide somebody for you. ചില പ്രത്യേക സാഹചര്യം നിങ്ങളുടെ സാഹചര്യത്തെ അറിഞ്ഞുകൊണ്ട് ചില ദൈവം ദൂതന്മാരെ നിങ്ങൾക്ക് വേണ്ടി When you think there is nobody to pray with you. എനിക്ക് വേണ്ടി ആരുമില്ല എന്നുള്ള ചിന്തയോടെ കടന്നു When you think that I am in the depth of my trouble. എന്റെ പ്രശ്നത്തിന്റെ ആഴക്കടലിലാണല്ലോ എന്ന് ചിന്തിച്ചു പോകുമ്പോൾ all of a sudden somebody come to your house. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഭവനത്തിനകത്തേക്ക് ഒരു കാൽവെപ്പുണ്ടാകും. Somebody will come and say, I am with you. ഞാൻ നിന്നോടൊപ്പമുണ്ടെന്ന് My family is with you. എന്റെ പ്രാർത്ഥന I am praying for you. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയും. Amen. This must be the word for somebody. ഇവിടെ ആയിരിക്കുന്ന ചിലരോട് വ്യക്തമായി ഇത് ദൂത് വിളിച്ചു പറയും. When someone is going through struggle, ചില കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന വ്യക്തി are you the person going to call and say, brother, sister, I am with you? കഷ്ടതയോടെ കടന്നു പോകുന്ന ചില സഹോദരനെ കണ്ടിട്ട് സഹോദര സഹോദരി ഞാൻ ഈ കഷ്ടതയുടെ നടുവിൽ നിന്നോടുണ്ടെന്ന് വിളിച്ചു പറയാൻ or are you take the spirit of criticism and say, amen, yeah, this has to happen to him, amen, and then criticize them? അല്ലാതെ മറ്റുള്ളവരെ വിമർശിക്കുന്നതിന് പകരം ഇത് നിങ്ങൾക്ക് സംഭവിക്കണം ഇത് എന്നൊരു ആഗ്രഹത്തോടല്ല അവർക്ക് യഥാർത്ഥമായി സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണോ? I challenge the church, every person here, every brother and sister, if you are mature enough in the Christian life, you must be a comfort for other people who go through struggle. ആമേൻ. മറ്റുള്ളവർ കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ ആത്മീയ പക്വതയിലെത്തിയ സഹോദര സഹോദരി ഈ കഷ്ടതയുടെ നടുവിൽ ഞാൻ നിന്നോടൊപ്പമുണ്ടെന്ന് എത്ര പേർക്ക് വിളിച്ചു പറയാൻ കഴിയും? Brother and sister, I admonish you in the name of the Holy Spirit, amen, that you should never be a distraction for somebody. മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുവാനല്ല മറ്റുള്ളവരുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് അവരോടൊപ്പം കൈകോർത്ത് നിൽക്കുവാനാണ് സഹോദര സഹോദരി ആത്മീയ പക്വതയെ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. Amen. Amen. Hallelujah. Hallelujah. Aristarchus going with Paul as a slave prisoner. ആമേൻ. ഒരു സഹബദ്ധനായി പൗലോസ് അപ്പോസ്തലനോട് കൂടെ അരിസ്തർക്കസും കടന്നു പോകുന്നതായി നാം കാണുന്നു. Now they are all traveling. ആമേൻ. അവിടെ നിന്ന് അവർ യാത്ര ആരംഭിക്കുക. Including Paul, there are 276 people in this ship. 276 പേരാണ് കപ്പലിനകത്തുണ്ടെന്ന് കാണുന്നത്. And the verses are going for 3, 4, 5, and 6 and 7. When we read, they traveled to different places, and the things were not quite favorable, but still they managed the journey. അനുകൂലമല്ലെങ്കിലും 3, 4, 5, 6 ഒക്കെ പല തരത്തിൽ അവര് അവിടെ നിന്ന് കപ്പൽ യാത്ര തുടരുന്നതായി കാണുന്നു. Verse 8 we read that they reached a place called Fair Haven. ആമേൻ. ശുഭതുറമുഖം എന്നൊരു പട്ടണത്തിൽ അവർ എത്തിച്ചേർന്നു എന്ന് 8-ാം വാക്യത്തിൽ വിളിച്ചു പറയുന്നു. Safe Haven or Fair Haven, they reached over there with much struggle. That's what verse 8 to read. വളരെ പ്രയാസത്തോടുകൂടി ലസിയ പട്ടണത്തിന്റെ സമീപത്ത് ശുഭതുറമുഖം എന്നുള്ള പേരുള്ള സ്ഥലത്ത് എത്തി. And verse 9 onwards we read that then they wanted to go to in a board another ship. ആമേൻ. മറ്റൊരു ഷിപ്പിലേക്ക് കയറുവാൻ തക്കവണ്ണം അവർ കടന്നു പോകുന്നതായിട്ട് 9-ാം വാക്യത്തിൽ. Remember at that time there was no passenger ships. People usually travel in cargo ships, the granary ships, like from Egypt and other places. A lot of grains will be taken to other places, so people will be boarded into this kind of ships. ആമേൻ. ചരക്ക് കപ്പലുകളാണ് ആ കാലത്തിൽ അവിടുത്തെ ജനങ്ങളും യാത്രയായി ഉപയോഗിച്ചിരുന്നെന്ന് കാണുന്നു. Now this is the one phase of the journey, that is the stage of warning and decision. ആ മുന്നറിയിപ്പിന്റെയും തീരുമാനത്തിന്റെയും ആദ്യത്തെ സ്റ്റേജ് ആയിട്ട് നാം ഇത് കാണുന്നു. We see that here all of a sudden verse 9 Apostle Paul got up and said, hey, you know what, so far it was okay, but we should not leave this Fair Haven port. We should stay here for a season. നാം ഈ ശുഭതുറമുഖത്ത് എത്തിയിരിക്കുന്നു, ഇവിടെ നിന്ന് നീ മുമ്പോട്ട് പോകരുതെന്ന് പൗലോസ് അപ്പോസ്തലൻ അവരെ മുന്നറിയിപ്പ് നൽകുന്നു. And he says, verse 10, he says, "Men, I perceive that this voyage will end with a disaster." ആമേൻ. ഈ യാത്രയിൽ ചരക്കിലും കപ്പലിനും വളരെ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു എന്ന് അവരെ പ്രബോധിപ്പിച്ചു. Oh, he said, he gave a warning. ആമേൻ. അവിടെ ഒരു മുന്നറിയിപ്പാണ് പൗലോസ് അപ്പോസ്തലൻ നൽകുന്നത്. But then an interesting thing over there, it says verse 10 in some translation, it says, I can see
that there is trouble ahead of it. കഷ്ടനഷ്ടങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നത് ഞാൻ കാണുന്നു എന്ന ചില ട്രാൻസ്ലേഷൻ. 275 people in the ship, but they don't see that. 275 പേര് ഇത് കണ്ടില്ല. But one man see. ആമേൻ. എന്നാൽ ആ ബാക്കി ഒരു വ്യക്തി ഇത് കാണുന്നു. Amen. One man see the trouble ahead. ആമേൻ. മുമ്പിലുള്ള കഷ്ടങ്ങൾ ഒരു വ്യക്തിയിൽ കൂടി കാണപ്പെടുന്നു. There is the owner of the ship there, the captain of the ship, a pilot, and everybody, centurion, all of these people there. കപ്പലുടമയുണ്ട്, മാലുമിയുണ്ട്, ആ ശതാധിപനുണ്ട്, ഇവരെല്ലാം ഒന്നും കാണുന്നില്ലല്ലോ. But one man see. എന്നാൽ അവിടെ ആയിരിക്കുന്ന ഒരു വ്യക്തിയുടെ He is saying that we should not live here. എന്നാൽ ഇവിടെ നിന്ന് പോകരുതെന്ന് ആ വ്യക്തി വിളിച്ചു പറയുന്നു. He is not saying from his own words, but he sees something. സ്വന്തം വാക്കുകളിൽ നിന്നല്ല, താൻ കണ്ടതിൽ നിന്നാണ് വിളിച്ചു പറയുന്നത്. Amen. This is where we need to be. Hallelujah. ഇവിടെ ഇങ്ങനെയുള്ള രീതിയിലായിരിക്കണം. There are times in a life that you know what, others don't see, but God will give the revelation. We must see it. മറ്റുള്ളവർ കണ്ടില്ലെങ്കിൽ ദൈവം വെളിപ്പെടുത്തുന്ന ആ വെളിപ്പാട് യഥാർത്ഥമായി നാം കാണാൻ ശ്രമിക്കണം. I mean, it's interesting when you look at the scripture that let me invite a few places that you remember about Elisha. ഏലിയയെ പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ. എലീശയെ പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ. I mean, he and his servant was one fine morning woke up from a mountain place. ആമേൻ. ഒരു കുന്നിന്റെ മുകളിൽ തന്റെ കണ്ണ് ഒരു ദിവസം ഉണരുമ്പോൾ and all of a sudden his servant got up and said something. ആമേൻ. ആ സെർവന്റ് എഴുന്നേറ്റ് ഇങ്ങനെ പറയുന്നു. He only saw the enemy. ആമേൻ. അവൻ ശത്രുക്കളെ മാത്രമേ കാണുന്നുള്ളൂ. But Elisha said, no, I see hundreds and hundreds of angels and the chariots, and this mountain is filled. ആമേൻ. ആ കുന്ന് നിറച്ചുകൊണ്ട് സ്വർഗീയ ദൂതന്മാരും രഥങ്ങളും ഇറങ്ങിയിരിക്കുന്നതായി ഞാൻ കാണുന്നു എന്ന് പ്രവാചകൻ വിളിച്ചു പറയുന്നു. Look at it. Elisha can see one thing, but the servant is seeing only different എലീശ ഒന്ന് കാണുന്നു, എന്നാൽ ഭൃത്യനെ മറ്റൊന്ന് കാണുന്നുവല്ലോ. You remember Joshua and the other 12 people who went to spy the land of Canaan. ആമേൻ. കാനാൻ ഒറ്റ നോക്കി വന്ന 12 വ്യക്തികൾ അവിടെ കടന്നുപോയില്ലേ? 2 people saw one thing. ഒരു ഒറ്റ കാര്യം മാത്രം, 2 വ്യക്തികൾ മാത്രം. They saw the promised land. ആമേൻ. അവിടെ വാഗ്ദത്ത ഭൂമി അവരവിടെ സ്വന്തം കണ്ടു. But the other people only saw the giants. എന്നാൽ അവിടെ ആയിരിക്കുന്ന അധികാരന്മാരെ മറ്റുള്ള വ്യക്തികൾ കാണുമ്പോൾ Amen. You remember about Balaam and the donkey. ആമേൻ. ബലയാമിനെ ആ കഴുതയെ കണ്ടില്ലേ? Amen. So the donkey see the angel. തന്റെ മുമ്പിലായിരിക്കുന്ന ദൂതനെ ആ കഴുത കാണുന്നു. But the prophet see nothing. എന്നാൽ ആ പ്രവാചകൻ ഒന്നും കാണുന്നില്ലല്ലോ. This is what happens in the church many a time. ആമേൻ. പല പ്രാവശ്യവും സഭകളിൽ ഇങ്ങനെയല്ലേ സംഭവിക്കുന്നത്. Amen. Many people don't see things. തന്റെ മുമ്പിലായിരിക്കുന്ന കാര്യങ്ങൾ പലരും കാണുന്നില്ല. Because they don't have a communion with God. ദൈവവുമായിട്ടുള്ള യഥാർത്ഥ ബന്ധമില്ലാത്തതുകൊണ്ട് They don't sit in the presence of God. ദൈവത്തിന്റെ സന്നിധിയിൽ They don't receive a revelation from God. ദൈവത്തിൽ നിന്ന് God doesn't show anything to them. ദൈവം അവരുടെ മുമ്പിൽ ഒന്നും വെളിപ്പെട്ട് കൊടുക്കത്തില്ല. And they come. ആമേൻ. അങ്ങനെ അവർ കടന്നു വരുമ്പോൾ At that time there will be somebody who stand up and say, but I see. അതിന്റെ നടുവിലാണ് ഒരു വ്യക്തി ചിലർ എഴുന്നേറ്റ് ഞാൻ This is not the way to go. ഇങ്ങനെയല്ല. This is not the method to follow. ഇങ്ങനെയുള്ള മെത്തേഡല്ല നമ്മൾ പിന്തുടരേണ്ടത്. ആമേൻ. Hallelujah. ആമേൻ. Hallelujah. Praise God. But what happens? എന്നാൽ എന്താ സംഭവിച്ചത്? We can see that Paul said all these things, but the pilot or the captain and the owner of the ship persuaded the centurion and say, you know what, don't worry about that. ആമേൻ. അങ്ങനെ കപ്പലുടമയും പൗലോസിന്റെ വാക്കുകളെ നിരാകരിച്ചുകൊണ്ട് ആ ശതാധിപനോടൊപ്പം മുമ്പോട്ട് പോകാൻ തുടങ്ങി. They said, you know what, we have been doing this for a long time. വളരെ നാളുകളായിട്ട് ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. We know what we are talking about. എന്താണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് തന്നെ അറിയാം. We should go. നമ്മൾ മുമ്പോട്ട് തന്നെ പോകും. So at this point now, here is a poor evangelist, he is a prisoner. He just gave what he said. But who is more important? The captain, the owner, the pilot, the centurion, they all together. The centurion was so persuaded by that one, and they went with the majority opinion. നിന്ദിക്കപ്പെട്ടവനായി സാധാരണക്കാരനായ ഒരു സുവിശേഷകന്റെ നാവിൽ നിന്ന് വരുന്നത് ഏറ്റെടുക്കുമോ, അതോ മുമ്പിലായിരിക്കുന്ന പൈലറ്റിന്റെയാണോ, മാലൂമിയോ കപ്പലുടമയോ, അതോ ശതാധിപന്റെ വാക്കുകളാണോ, ഏതാണോ കേട്ടനുസരിച്ച് മുമ്പോട്ട് ഓടുന്നത്? This is where Holy Spirit again want to talk to us. വീണ്ടും നമ്മായിരിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവ് വ്യക്തമായി വീണ്ടും വിളിച്ചു പറയുന്നത്. This morning the question, who are you listening to? നിങ്ങൾ ആരെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുക. Who are you listening this morning? ആമേൻ. ഈ പ്രഭാതത്തിൽ നിങ്ങൾ ആരെയാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്? There are people in this church, amen, there are decisions you make based on, some of the
people that you listening, some people's opinion you give more importance than the word of the God. അവൻ ദൈവത്തിന്റെ വചനത്തിന് ചെവി കൊടുക്കുന്നതിന് പകരം നിങ്ങളുടെ ചുറ്റുമായിരിക്കുന്ന ചില വ്യക്തികളുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കുന്നു എന്ന് വ്യക്തമായി വിളിച്ചു This പറയുന്നു. morning I want to warn you by the Holy Spirit of God that that can be a very costly mistake. ആമേൻ. പരിശുദ്ധാത്മാവ് വ്യക്തമായി നിങ്ങളോട് വിളിച്ചു പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ചില നഷ്ടങ്ങളിലേക്കാണ് കൊണ്ട് നയിക്കുന്നത്. You are listening to the wrong advice this morning. തെറ്റായ അഡ്വൈസിന്റെ നിർദ്ദേശത്തിന് I don't know who you are, I don't know to whom I am speaking, but the Holy Spirit is discerning and saying that this morning you are listening to some voice that is not the voice of the Holy Spirit of God. ആമേൻ. ആരോട് പറയുന്നു എന്ന് എനിക്കറിയില്ല. എന്നാൽ കേൾക്കുന്നവര് നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിർദ്ദേശത്തിനല്ല തെറ്റായ നിർദ്ദേശത്തിന് നിങ്ങളുടെ ചെവിയെ കൊടുത്ത് അതിനനുസരിച്ച് ജീവിതം ചലിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. It could be your peers, it could be your friends, it could be a family member. I don't know who it is, but I know this morning there is something related to, your life. You're listening to the wrong voice, and that is a costly mistake. നിങ്ങളുടെ ജീവിതത്തിന്റെ തീരുമാനം എടുക്കുന്ന സമയത്ത് സഹപ്രവർത്തകരാകാം, സഹ കൂട്ടുകാരാകാം, ആരുടെയൊക്കെയോ തെറ്റായ നിർദ്ദേശത്തിന് നിങ്ങൾ ചെവി കൊടുക്കുന്നു. അത് തെറ്റായ ജീവിതത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ പോവുകയാണ്. This morning the Holy Spirit want to bring in front of you, the king Rehoboam. Rehoboam രാജാവിനെ പറ്റിയാണ് വീണ്ടും നിങ്ങളോട് വിളിച്ചു പറയുന്നത്. He had Solomon's the father's advisors telling him things to do in one way. ഏത് രീതിയിൽ ചെയ്യണമെന്ന് ശലോമോന്റേതായ പാണ്ഡിത്യമുള്ള ആൾക്കാർ അവനോട് വിളിച്ചു പറയുമ്പോൾ but he didn't listen, he listened to his peers. അവൻ അവരുടെയുള്ള മൂപ്പന്മാരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ he listened to them and he went after the young people's opinion. അവരെ നിരാകരിച്ചുകൊണ്ട് യൗവനക്കാരായ തന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകുന്നു. And that caused the country to be divided. ആ കൺട്രിയെ രണ്ടായി വിഭജിക്കുവാൻ തക്കവണ്ണം കാരണമായില്ലേ? The big Jerusalem, the plan the God's plan, the beautiful country got divided because one man decided or listened to the wrong advice. ഒരു വ്യക്തി തന്റെ ശ്രദ്ധ മറ്റുള്ള മനോഹരമായ ഒരു രാജ്യം തന്നെ രണ്ടായി വിഭജിച്ചു പോയില്ലേ? Holy Spirit of God is warning somebody here. ഇന്ന് ചിലരോട് വ്യക്തമായി മുന്നറിയിപ്പ് പരിശുദ്ധാത്മാവ് നൽകുന്നു. You are listening to the wrong advice. മറ്റുള്ളവരുടെ തെറ്റായ നിർദ്ദേശത്തിന് നിങ്ങൾ ചെവി കൊടുക്കുന്നുവോ? That can divide your family. അത് നിങ്ങളുടെ കുടുംബ ജീവിതത്തെ രണ്ടാക്കാൻ പോവുകയാ. That can bring a division. അവിടെ അതിനകത്ത് ഒരു വിഭജനം കടന്നു വരുന്നതായി വ്യക്തമായി കാണുന്നു. The Holy Spirit clearly warning you this morning. യഥാർത്ഥമായി പരിശുദ്ധാത്മാവ് വ്യക്തമായ മുന്നറിയിപ്പ് നൽകുക. Oh, glory to God. Hallelujah. Hallelujah. Glory to God. Glory to God. Shamana rikana baba sandala rikana raba. Hallelujah. Adura geladala gadagala vachandale. Hallelujah. Glory to God. Yes. ഐക്യതയോടെ യേശുവിന്റെ നാമത്തില്. ആമേൻ. Yes. King Ahab wanted to go for a fight. ആഹാബ് ഒരു യുദ്ധത്തിനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ he called all the prophets of 440 something prophets. 440 പര പ്രവാചകന്മാരെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. He listened to their advice. ആമേൻ. അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കുന്നു. But there was one prophet out there standing, his name is Micaiah. മിഖായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പ്രവാചകന്റെ മുമ്പിലേക്ക് ഒരു പ്രവാചകൻ മാറി നിൽക്കുന്നു. He said, don't go. പോകരുതെന്ന് മിഖ പ്രവാചകൻ പറയുന്നു. Oh, I don't know why Holy Spirit is keep going in there. Amen. Hallelujah. Amen. Micaiah said, don't go. പോകരുതെന്ന് മിഖ പ്രവാചകൻ പറയുമ്പോൾ but they didn't want to listen to the voice of that lonely prophet. മാറി നിന്ന് ആ ഒറ്റ പ്രവാചകന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ നിൽക്കുന്ന ആഹാബ്. This morning you are deliberately and intentionally not listening to the voice of the prophet this morning. Amen. There is a price to pay for that. ഇന്ന് വിളിച്ചു പറയുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവചനത്തിന് ചെവി കൊടുക്കാതെ നിങ്ങൾ മാറി നിൽക്കുമ്പോൾ ഏറ്റവും വില നിങ്ങളുടെ ജീവിതത്തിൽ കൊടുക്കേണ്ടി വരുമെന്ന് വ്യക്തമായ മുന്നറിയിപ്പ് നൽകുന്നു. Ahab is a mighty king, but he got defeated. ശക്തമായ ഒരു ആഹാബ് രാജാവായിരുന്ന ആഹാബ് എന്നാൽ അവിടെ തോൽവിയാകപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് and he got killed in that war. അതിനകത്ത് ആ യുദ്ധത്തിനകത്ത് അവന്റെ ജീവൻ കളയേണ്ടി വന്നു. because he did not listen. അവൻ പ്രവാചകനെ ശ്രവിക്കാതെ പോയല്ലോ. Who will
listen the voice of the prophetic voice this morning? ആമേൻ. പരിശുദ്ധാത്മാവിന്റെ പ്രവാചകത്തിന്റെ ശബ്ദത്തെ ഇന്ന് പ്രഭാതത്തിൽ ആരാണ് ശ്രദ്ധിക്കുന്നത്? Oh, whether young or adult, if you are not listening, if you are listening to the wrong voice, this is a warning this morning. യൗവനക്കാരായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ ഇന്ന് വിളിച്ചു പറയുന്ന പ്രവാചക ശബ്ദത്തിൽ ആരാണെന്ന് ശ്രദ്ധ വെക്കുന്നത്? Amen. Child of God, remember this thing. അവൻ ഈ കാര്യം ഒന്ന് ഓർക്കുക സഹോദര സഹോദരി. Amen. There is one man, Paul, and 275. I know Luke and Aristarchus avoided them. The other people are all on one side. ആമേൻ. പൗലോസിനെ ലൂക്കോസിനെ അരിസ്തർക്കോസിനെ മറ്റുള്ള അഭിപ്രായത്തിനെ മുൻനിർത്തി പോയില്ലേ? Amen. All the prophets are on one side for Ahab. ആഹാബിന് വേണ്ടി മറ്റുള്ള പ്രവാചകൻ മാറി നിന്നപ്പോൾ All are young people and the influence of Rehoboam. രഹബോവിനെ സ്വാധീനപ്പെടുത്താൻ തക്കവണ്ണം യൗവനക്കാരായ ഒരു പറ്റം ജനങ്ങൾ ഉണ്ടായപ്പോൾ There is always one voice. ആമേൻ. അവിടെ മുഴങ്ങി നിന്ന ഒറ്റ ശബ്ദം ഉണ്ടായിരുന്നു. Amen. That's the word from the Lord Almighty. ആമേൻ. സർവശക്തനായ യഹോവയുടെ ശബ്ദമല്ലേ അവിടെ മുഴങ്ങി കേട്ടത്? Amen. This morning you did not come to church to sing a couple of songs and go from here. ഇവിടെ വന്ന് പാട്ടുപാടി കടന്നു പോകുവാനല്ല ഇന്ന് ഇവിടെ വന്നേക്കുന്നത്. Amen. You are here to hear what the Lord has to say to you. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് യഥാർത്ഥമായി എന്നോട് എന്ത് പറയുവാനുണ്ട് അത് കേൾക്കുവാനല്ലേ ഇവിടെ വന്നേക്കുന്നത്. Today your life when you are in the fork, this is a decision point. ആമേൻ. ഇവിടെ ആയിരിക്കുന്ന നിങ്ങൾക്ക് ഇന്ന് പ്രഭാതം ഒരു തീരുമാനത്തിന്റെ ദിവസമല്ലേ? Hallelujah. Glory to God. Amen. Glory to God. Amen. Paul. Hallelujah. And they all decided to go and set the journey. ആമേൻ. അവിടെ ആയിരിക്കുന്ന മറ്റുള്ളവരുടെ വാക്കിനെ ശ്രദ്ധിച്ചുകൊണ്ട് അവർ മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ തീരുമാനിച്ചു. Paul at that point might have said like this. ഇങ്ങനെ പൗലോസ് അപ്പോസ്തലൻ ഉള്ളത്തിൽ പറഞ്ഞിട്ടുണ്ടാകാം. Okay, listen to the captain's voice. But I know I heard the captain of the captain. Hallelujah. Glory to God. You go with this captain. I go with my captain. Hallelujah. ആമേൻ. ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവാ നിങ്ങൾ ഈ കപ്പലിന്റെ ക്യാപ്റ്റന്റെ വാക്കിനെ ശ്രദ്ധിച്ചു പോ. ഞാൻ സർവശക്തനായ എല്ലാത്തിനും ഉടമയായ ഒരുവന്റെ വാക്കിനനുസരിച്ചാണ് നിൽക്കുന്നത്. And the other thing is that this guy is thinking that this Paul is a short man, he is a prisoner. What does he know? ആമേൻ. ആളിൽ കുറിയവനായ ബന്ധിക്കപ്പെട്ടവനായ ഇവൻ എന്തറിയാമെന്നുള്ള ചിന്ത ഉണ്ടായിരിക്കാം. 1 Corinthians chapter 11 verse 20. 2 Corinthians chapter 11 verse 25. We know that Paul already been in 3 shipwrecks. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 11:25 കടന്നു വരുമ്പോൾ 3 പ്രാവശ്യം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു. കപ്പൽ ഛേദത്തിന്റെ ഡോക്ടറേറ്റ് നേടിയിട്ടിരിക്കുന്നവനാണ്. ഹല്ലേലൂയ. പറയുന്നത് മുന്നോട്ട് പോകരുത്. Don't go. Hallelujah. You will be in trouble. ആമേൻ. കപ്പൽ ഛേദത്തിൽ അകപ്പെട്ട അത്രമാത്രം എക്സ്പീരിയൻസ് ഉള്ള ഒരു പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്നു മുമ്പോട്ട് പോകരുത്, മുമ്പോട്ട് പോകരുത്. Amen. Old people, amen, you underestimate, but they have experience in their life and they're speaking from it. Hallelujah. ആമേൻ. തന്നിൽ അനുഭവിച്ചിരിക്കുന്നത് കടന്നുപോയ അവസ്ഥകളിൽ നിന്നാണ് വിളിച്ചു പറയുന്നത്. അതിനെ നിരാകരിക്കരുതെന്ന് വിളിച്ചു പറയുന്നു. Amen. ആമേൻ. Experience, education, talent, all of that will not amount to the advice of the Holy Spirit of God. ആമേൻ. അനുഭവ സമ്പത്തായിക്കോട്ടെ, വിദ്യാഭ്യാസമായിക്കോട്ടെ, കുലമഹിമയായിക്കോട്ടെ, എന്തു തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും അത് പരിശുദ്ധാത്മാവിന്റെ നിർദ്ദേശത്തെ കഴിയുന്നതല്ല എന്ന് വിളിച്ചു പറയട്ടെ. Oh, the majority opinion went against the prophetic word. ആമേൻ. പരിശുദ്ധാത്മ പ്രവചന ശബ്ദത്തെ നിരാകരിച്ചുകൊണ്ട് എല്ലാവരും ഭൂരിപക്ഷം പേരും മുമ്പോട്ട് ഓടുവാൻ തുടങ്ങി. This may be a stage in our life that sometimes we listen to the wrong advice. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും പല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചില തെറ്റായ നിർദ്ദേശങ്ങൾക്ക് നാം ചെവി കൊടുത്തു പോകാറില്ലേ? So this morning please reconsider those things. വീണ്ടും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇനിയും വരുമ്പോൾ അതിനെ ഒന്ന് പരിഗണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുക. Could be related to career relationship or anything in your life that you know that you are stepping into a territory that is against the will of God. This morning is the last day that you are in that path. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് വഴിയിൽ കൂടി കടന്നു പോകുമ്പോൾ, നിങ്ങളുടെ ജോലി കാര്യമായി എടുക്കുമ്പോൾ, ജീവിതത്തിന്റെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, ഇന്ന് പ്രഭാതത്തില് യഥാർത്ഥമായി പരിശുദ്ധാത്മാവിന്റെ നിർദ്ദേശത്തിന് കീഴടങ്ങി മുമ്പോട്ട് ഓടുവാൻ തക്കവണ്ണം വ്യക്തമായി വിളിച്ചു പറയുന്നു. Now
Let's read verse 13. 13-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ They said, forget about Paul, and they started the journey. ആമേന് പോളിനെ മറന്നുകൊള്ളുക, നമുക്ക് മുമ്പോട്ട് യാത്ര ചെയ്യാം എന്നുള്ള Verse 13, we read, the south wind began to blow very softly. 13-ാം വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗം വായിക്കുമ്പോൾ തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയെ താല്പര്യം സാധിച്ചു. Supposing that they had obtained their desire. തന്റെ കാര്യം സാധിച്ചു എന്നുള്ള ഒരു ചിന്ത അവിടെ ഉള്ളിൽ ഉയരുവാൻ തുടങ്ങി. Sometimes we put some kind of a litmus test like this way. പലപ്പോഴും നമ്മൾ ഇങ്ങനെ പറയുവാൻ നമ്മൾ പറയും ഒരു പരീക്ഷ ദൈവത്തിന് കൊടുക്കും. ആമേൻ ആമേൻ. Hallelujah. If I am in the wrong way, ഞാൻ തെറ്റായ വഴിയിലാണെങ്കിൽ I will fail this test. ആമേൻ, ഈ ടെസ്റ്റ് ഞാൻ തോക്കും. This semester I will fail this test. ആമേൻ, ഈ സെമസ്റ്ററിൽ ഞാൻ ഈ പരീക്ഷ തോക്കും. But if I get an A, ആമേൻ, ഞാൻ A ഗ്രേഡ് എനിക്ക് കിട്ടിയാൽ I know I am in the will of God. ഞാൻ എന്റെ ദൈവത്തിന്റെ പദ്ധതിക്ക് പ്രകാരമാണ് മുമ്പോട്ട് ഓടുന്നുള്ളൊരു തീരുമാനമെടുക്കും. Certainly you will get an A. ആമേൻ, നിങ്ങൾക്ക് A ഗ്രേഡ് കിട്ടുകയും ചെയ്യും. Amen. The south wind will blow very softly and you will confirm that, amen. My desire, I know God is with me. ആമേൻ. തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ നമ്മുടെ കാര്യം സാധിച്ചു പോയി, എന്റെ ദൈവം എന്റെ ആഗ്രഹം അറിഞ്ഞിരിക്കുന്നു, എന്റെ ദൈവം എന്നോട് കൂടെ ഉണ്ടെന്നുള്ള ഒരു തെറ്റായ ധാരണ. Now I could give a bunch of other hypothetical situation, then you might think that I came to know something about it and you might get all worked up and you will lose sleep, so I am not going to go there. ഞാൻ ചില കാര്യങ്ങൾ സാദൃശ്യമായിട്ട് പറയാം, പക്ഷെ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. But you know what I am saying. Sometimes we think that this path, the way that I am going, everything is coming the way I think, every puzzle, everything is so thing. And sometimes even when I come to the pastor, every circumstances I put 2, 3, 4, everything is coming along. So I know this is the will of God. ആമേൻ. നിങ്ങൾ കടന്നു പോകുന്നിടത്ത് നിങ്ങൾ പോകുന്നതെല്ലാം സാഹചര്യം അനുകൂലമായി തോന്നുമ്പോൾ പാസ്റ്ററോട് പറയുന്നു, ഓക്കെ ഞാൻ ഇങ്ങനെ കാര്യങ്ങളെല്ലാം വെച്ചു, ഇതെല്ലാം അനുകൂലമായി തോന്നി, അതുകൊണ്ട് ദൈവം എന്നോടൊപ്പം ഉണ്ട് എന്ന് ഒരു പക്ഷേ നിങ്ങൾ പറഞ്ഞു പോകുന്നു. They needed to go to the next port of 40 miles. That's all the distance they needed to cover. അവർ കടന്നു പോകുന്ന ദൂരം 40 മൈൽ മാത്രമേ ഉള്ളായിരുന്നു. And the ship is really going very good. ആമേൻ. വളരെ നന്നായി തന്നെ ആ കപ്പൽ കടന്നു പോകുന്നു. Now, I am just taking your imagination. There is a conversation in the captain's room. ആമേൻ. ആ ക്യാപ്റ്റന്റെ റൂമിൽ ഇങ്ങനെ ഒരു സംഭാഷണം ഉണ്ടായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. You remember that guy, the short that guy? ആളിൽ കുറിയനായ ആ വ്യക്തിയെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? He said we're going to have trouble, right? നമുക്ക് കഷ്ടതകൾ ഉണ്ടാവുമെന്ന് അവൻ പറഞ്ഞതല്ലേ? Look at how smoothly we are going. നോക്ക് നമ്മുടെ കപ്പൽ എത്ര സ്മൂത്ത് ആയിട്ട് എത്ര നന്നായി ആ ശാന്തതയോടെ കടന്നു പോകുന്നു. What we hope this kind of crazy people mind their business. ഇങ്ങനെ ഭ്രാന്ത മനസ്സ് പിടിച്ചവരൊക്കെ ഇങ്ങനെ നമ്മൾ നടക്കരുത്. Well, let him be on the bottom of the ship anyway. കപ്പലിന്റെ അടിത്തട്ടിലേക്ക് അവൻ കിടക്കട്ടെ, നമ്മൾ അതിനെ കയറിയേണ്ട കാര്യമില്ല. And while having the conversation, അങ്ങനെയുള്ള സംഭാഷണത്തിൽ കൂടി കടന്നു പോകുമ്പോൾ all of a sudden, അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ things started changing. അവൻ അവിടെ സാഹചര്യങ്ങൾ മറിയുവാൻ തുടങ്ങി. Verse 14. അവൻ 14-ാം വാക്യത്തിലേക്ക് കടന്നു വരും. But not long after. എന്നാൽ വളരെ കുറെ കഴിഞ്ഞിട്ട് Not long after. അവൻ അത്ര അധികം സമയം കഴിഞ്ഞില്ല. That's correct. Not long after, don't wait too far. I mean, it didn't go too far. Not long after, things started changing. ആമേൻ. അത്രയധികം സമയം എടുക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ സാഹചര്യം മാറുവാൻ തുടങ്ങി. A nor'easter, they call it a different name, a tempest storm or a Euroclydon, whatever they call it, the strong wind began to blow. ഒരു ഈശാനമൂലൻ എന്നൊരു കൊടുങ്കാറ്റ് അവർക്കെതിരെ അടിക്കുവാൻ തുടങ്ങി. Very unexpectedly. അപ്രതീക്ഷിതമായി തന്റെ ജീവിതത്തിൽ അവരുടെ കപ്പലിലേക്ക് അടിക്കുന്നു. Things began to go out of control. They don't know how to control anymore. They don't know what to do anymore. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിയന്ത്രണത്തിന് അതീതമായ ഈശാനമൂലൻ തങ്ങളുടെ കപ്പലിലേക്ക് അടിക്കുന്നു. I'm going very quickly, and the verse 18 says the ship was tossed up and down. ആമേൻ. കൊടുങ്കാറ്റിനാൽ അത്യന്തം കപ്പൽ ആടി ഉലയുവാൻ തുടങ്ങി. Verse 18, we begin to read going there. They started throwing their things out of the ship. തന്റെ കപ്പലിന്റെ അകത്തുണ്ടായിരുന്ന ചരക്ക് പുറത്തു കളയുവാൻ അവർ തുടങ്ങി. I mean, they threw the valuable stuff
the cargo, the tackle, and even the food. ആമേൻ. തന്റെ കപ്പലുണ്ടായിരുന്ന വിലയേറിയ ചരക്കുകൾ, തന്റെ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം പുറത്തേക്ക് കളയാൻ തുടങ്ങി. I told you, Holy Spirit today is going to be dealing with the people. ഇവിടെ ആയിരിക്കുന്ന ചിലരോട് വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുക. Amen. Something that, if you disobey the word of the God, and if you go on your journey, there will be a point that the very thing that you value the most, the very thing that you cherish, you will have to throw that away. ആമേൻ. ദൈവത്തെ അനുസരിക്കാതെ മുമ്പോട്ട് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിന് ഹിതമല്ലാത്തത് ചിലത് സന്തോഷത്തോടെ നിങ്ങൾ കൈക്കൊണ്ടിരിക്കുമ്പോൾ, അത് നിങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ എറിഞ്ഞു കളഞ്ഞാൽ മതിയാകും. There will be a stripping away phase in your life. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചിലത് ഉരിഞ്ഞു കളയേണ്ടുന്ന ചില സാഹചര്യങ്ങൾ, ചില പ്രക്രിയകൾ കടന്നു വരും. Something that you cannot hold on anymore. ആമേൻ. ഇനി മുമ്പോട്ട് അധികകാലം ഇത് കൊണ്ടു നടക്കുവാൻ കഴിയത്തില്ല. Amen. At that point you have to jettison, you have to let it go. ആമേൻ. ആ സാഹചര്യത്തിൽ കൊണ്ടു നടക്കുന്നത് ഉരിഞ്ഞു കളഞ്ഞ് പറിച്ചു കളഞ്ഞേ മതിയാകൂ. Amen. The very captain and the owner and every one of them, amen, they are throwing their things away. അവിടെ ആയിരിക്കുന്ന കപ്പലുടമയും മാലുമയും അവിടെ ആയിരിക്കുന്ന അധിക ഭാരം എന്ന് തോന്നുന്നത് എറിഞ്ഞു കളയാൻ പോവുകയാ. Hallelujah. Glory to God. Amen. Not only that, sometimes, amen, we don't have to completely disobey the God. Sometimes there will be a stripping in our life. ആമേൻ. ദൈവത്തെ അനുസരിക്കുന്നില്ല എങ്കിൽ ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചു കളഞ്ഞാൽ മതിയാകും. Amen. God will allow some stripping our lives. നമ്മുടെ ജീവിതത്തിൽ ചില ഉരഞ്ഞു കളയേണ്ടുന്ന ചില സംഭവങ്ങൾ കടന്നു വരും. God will take something away from you നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് ദൈവം എടുത്തു മാറ്റും. to catch your attention, നിങ്ങളുടെ ശ്രദ്ധയെ ദൈവത്തിലേക്ക് to bring you കൊണ്ടുവരുവാൻ, back into Him. ദൈവത്തിലേക്ക് ഒന്ന് അടുത്തു കൊണ്ടുവരുവാൻ. This morning God wants to tell you something. ഇന്ന് പ്രഭാതത്തിൽ യഥാർത്ഥമായി ദൈവം നിങ്ങളോട് വിളിച്ചു പറയുന്നത്, He is not too much worried about your stuff. ആമേൻ. നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കുന്ന സ്റ്റഫിനെ നോക്കിയല്ല ദൈവം He is നിരാശപ്പെടുന്നത്. worried about your soul. നിങ്ങളുടെ ആത്മാവിനെ യഥാർത്ഥമായി നോക്കിയാണ് ദൈവം നിരാശപ്പെടുന്നത്. He is worried about your eternity. നിങ്ങളുടെ നിത്യതയെ നോക്കിയാണ് ദൈവം ഇത് ചെയ്യുന്നത്. Amen. So for that reason God is going to strip something from you. ആ ഒറ്റ കാരണം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ചിലതൊക്കെ ദൈവം ഉരിഞ്ഞു കളയുന്നത്, പറിച്ചു മാറ്റുന്നത്. Hallelujah. If you are in the process this morning, നിങ്ങൾ ആ പ്രക്രിയയിൽ കൂടിയാണ് നിങ്ങളുടെ ജീവിതം ഇപ്പോൾ പോകുന്നതെങ്കിൽ don't be anxious. ആമേൻ. അതിലാകാം. Don't worry about അതിന് it. നിരാശപ്പെടേണ്ട. Surrender Yes. to the Lord. ദൈവ സന്നിധിയിൽ മുട്ടുമടക്ക്. Hallelujah. Give yourself to the Lord ദൈവത്തെ ഒന്ന് യഥാർത്ഥമായി സ്വീകരിക്ക. and say, Lord, Amen, take control of my life. ആമേൻ. എന്റെ ജീവിതത്തെ അങ്ങൊന്ന് ഏറ്റെടുക്കണമേ എന്ന് ദൈവത്തോട് പറ. Hallelujah. ഹല്ലേലൂയ. Yes. Glory to God. They threw everything into the sea. ആമേൻ. അവരുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാം ആ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. Amen. Sometimes He will allow us to, we got to throw our pride, our whatever is in their ship, in this ship, the unnecessary baggage we have to throw it away. ആവശ്യമില്ലാത്തത് ചിലത് കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ, ദുരഭിമാനമായിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, ദൈവമില്ലാത്തതെല്ലാം ദൈവസന്നിധിയിൽ നിന്ന് പറിച്ചു കളയണമെന്ന് വിളിച്ചു പറയുന്നു. Brother, sister, we together standing here and speak the word of the Lord. ഒരുമിച്ച് നിന്ന് ദൈവത്തിന്റെ ദൂത് യഥാർത്ഥമായി നിങ്ങളോട് വിളിച്ചു പറയാ. Amen. Strip away the pride. ആമേൻ. നിങ്ങളുടെ ദുരഭിമാനം എടുത്തു കളയാ. Strip away things that is not necessary for your journey. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് വേണ്ടാത്തത് എടുത്തു കളാ. Strip away the things that hinder your journey. നിങ്ങളുടെ ആത്മീയതയ്ക്ക് തടസ്സം നിൽക്കുന്നത് എടുത്തു കളാ. Amen. This Yes. morning that Amen. must happen. അത് സംഭവിച്ചേ മതിയാകൂ. There is no place in your ship. ആമേൻ. ഹല്ലേലൂയ. Amen. As long as you keep those things, you will sink the ship. ആമേൻ. എത്ര നാൾ നിങ്ങൾ ദൈവഹിതമില്ലാത്തത് ഉള്ളിൽ കൊണ്ട് നടക്കുന്നുവോ, നിങ്ങൾ ഈ കപ്പലിന്റെ അകത്ത് അകപ്പെട്ട് മുങ്ങാൻ പോവുകയാ. Oh, warning again. Warning. ഒരു പ്രത്യേകമായ മുന്നറിയിപ്പ് നിങ്ങൾക്ക് നൽകുന്നത്. Because you don't want to strip those very things. ആമേൻ. ദൈവഹിതമില്ലാത്തത് ഇപ്പോഴും നിങ്ങൾ ഉരിഞ്ഞു കളയുവാൻ ശ്രമിക്കുന്നില്ല എങ്കിൽ, Amen. You don't want to sink the whole family ship. ആമേൻ, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെ മുഴുവൻ ആ ഷിപ്പിന്റെ അകത്ത് കടലിനകത്തേക്ക് മുക്കി കളയണ്ട. Yes, യേശുവേ അപ്പാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് ഏറ്റെടുത്ത് കർത്താവിന്റെ പാദപീഠത്തിൽ. Yes, ഹല്ലേലൂയ. 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 ചില വ്യക്തികൾ ഹല്ലേലൂയ. God doesn't want the whole family to go down. ആമേൻ. തന്റെ കുടുംബം ദൈവത്തിന് തന്റെ കുടുംബത്തെ മുഴുവൻ മുക്കി കളയണ്ട. Amen. It is in you. Amen. You must strip those things. ആമേൻ. ഇത് നിങ്ങളിലോട് പ്രത്യേകമായി ദൂത് വിളിച്ചു പറയുന്നു. ഒരു നിങ്ങൾ മുഖാന്തരം നിങ്ങളുടെ കുടുംബം ആ കടലിനകത്തേക്ക് മുങ്ങാൻ ദൈവത്തിന് ഹിതമില്ല. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. Glory. Glory to God. ഹല്ലേലൂയ.
Thank you, Jesus. ആമേൻ. All of a sudden, they threw everything. ആമേൻ. തങ്ങളുടെ കപ്പലിന്റെ അകത്തുണ്ടായിരുന്നത് എല്ലാം എറിഞ്ഞു കളഞ്ഞു. Verse 22. 22-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. They lost, they are completely, okay, let's say verse 20, they lost all the hope. ആമേൻ. തങ്ങളുടെ മുമ്പിലുള്ള എല്ലാ പ്രതീക്ഷകളും പ്രത്യാശകളും നശിച്ചു എന്ന് 20-ാം വാക്യത്തിൽ പറയുന്നു. And then verse 22, all of a sudden hear Paul standing up. ആമേൻ. 22-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ അവരുടെ മുമ്പിലേക്ക് പൗലോസ് അപ്പോസ്തലൻ എഴുന്നേറ്റ് നിൽക്കുക. Now I urge you to take a heart, and there will be no loss of any life here. ആമേൻ. ഇവിടെ നിങ്ങൾ ധൈര്യത്തോടെ നിൽക്കണം, ഒരു പ്രാണനും ഹാനി വരത്തില്ല എന്ന് പറയുന്നു. Verse 23. 23-ാം വാക്യത്തിലേക്ക് There stood by me this night an angel of the God. അവൻ എന്റെ ഉടയവനെ ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ, whom I belong and whom I serve. ഓ ഞാൻ സേവിക്കുന്നവനാ. Hallelujah. The ship is going up and down. ആമേൻ. കപ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലഞ്ഞു പോകുമ്പോൾ, They are throwing things away. ആമേൻ, അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന എല്ലാം എറിഞ്ഞു കളയുമ്പോൾ 14 nights they have not seen sun nor star. രാത്രിയിലെ സൂര്യനെയോ നക്ഷത്രയോ കാണാതെ മുമ്പോട്ട് It is ഓടിക്കൊണ്ടിരിക്കുന്നു. fully dark over there. ഇരുട്ടിന്റെ അവസ്ഥകൾ തന്റെ കപ്പലിനകത്ത് കടന്നു വരുമ്പോൾ, Amen. Lot of fear there. ആമേൻ, ഭയത്തോടെ മുമ്പോട്ട് ഓടുമ്പോൾ, They are all talking among themselves. ആമേൻ, അന്യോന്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, But there is a one person who can come by the side of the pole. ആമേൻ, ഒരു വ്യക്തി പോലെ പൗലോസിന്റെ സ്ഥലത്തേക്ക് കടന്നു വരാതെ, Amen. Hallelujah. There is one angel by the side of the pole. അവനെ പൗലോസിന്റെ പക്ഷത്തേക്ക് ഒരു ദൂതൻ ഇറങ്ങി വരുന്നു. Amen. When everything else go up and down. അവൻ എല്ലാം ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയില്, Amen. When the ship is sinking, അവനെ കപ്പലെ താഴെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, God will send an angel to the pierce. അവൻ അതിനകത്തേക്ക് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരുന്നത്. Hallelujah. God will not let you down. നിങ്ങളെ മുങ്ങുവാൻ ദൈവം അനുവദിക്കത്തില്ല. He will send an angel. അവിടുന്ന് ഒരു ദൂതനെ യഥാർത്ഥമായി നിങ്ങളുടെ മുമ്പിലേക്ക് അയക്കാൻ When പോവുകയാണ്. everybody don't have anybody, അവൻ എല്ലാവർക്കും വേണ്ടിയായിട്ട് ദൈവം അയക്കുന്നത്, there is an angel for Paul. പൗലോസിന് വേണ്ടി ഒരു ദൂതൻ ഇറങ്ങി വരുന്നു. Hallelujah. He came down. അവിടെ നിന്നൊരു ചലനം വരുത്തുവാൻ. Hallelujah. Glory. ദൈവമേ, Glory to God. Glory to God. Hallelujah. Hallelujah. Amen. Hallelujah. Praise God. Hallelujah. Brother, Deo-be. there is an angel will come to rescue you. ആമേൻ. അവിടുന്ന് ഒരു ദൂതൻ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരാൻ പോവുകയാ. There is a reason for that. അതിനകത്ത് പ്രത്യേകം ഒരു കാരണമുണ്ട്. Paul saying that like this. ആമേൻ. ഇങ്ങനെയാണ് പൗലോസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. There is a reason because ആമേൻ. whom I belong, the God. ആമേൻ. ഞാൻ ആർക്ക് വേണ്ടിയാണ്, ആരെയാണോ സേവിച്ചു വരുന്നവന്, എന്റെ ഉടയവനായ ദൈവം. ആമേൻ. ആമേൻ. Yes. I belong to him. ആമേൻ. ആമേൻ. ഞാൻ അവന് വേണ്ടി മാത്രമുള്ളവനാണ്. 273 people will now is not belonging to him. ആമേൻ. അവിടെ ആയിരിക്കുന്ന 273 പേര് ആ ദൈവത്തിന് വേണ്ടിയുള്ളവനല്ല. Amen. But there is something that I belong to my God. ഓ, എന്നാൽ ഞാൻ എന്റെ ഉടയവന് വേണ്ടി ഉള്ളവനാണെന്ന് വിളിച്ചു പറയുന്നു. Because of that he sent an angel for അതുകൊണ്ട് me. മാത്രമാണ് അവിടുന്ന് ഒരു ദൂതനെ നമ്മുടെ മുമ്പിലേക്ക് അയച്ചിരിക്കുന്നത്. Child of God, this is the assurance for you. ഇതാണ് ദൈവത്തിൽ നിന്നുള്ള പ്രത്യേക ഉറപ്പെന്ന് വിളിച്ചു പറയട്ടെ. If you belong to ഓ, God, നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഉള്ളവനെങ്കിൽ, if you are purchased by his blood, ദൈവത്തിന്റെ നിഴത്താൽ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, Amen. Amen. There will be an angel will come for your help. ആമേൻ. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ സഹായത്തിന് വേണ്ടി ഒരു ദൂതൻ പ്രത്യേക സാഹചര്യങ്ങളില് നിങ്ങൾക്ക് വേണ്ടി അയക്കാൻ പോവുകയാ. Second thing Paul said like this. ആമേൻ. രണ്ടാമതായി ഇങ്ങനെ വിളിച്ചു പറയുന്നു, The God whom I serve. ഓ, ഞാൻ സേവിച്ചു വരുന്നവനായ എന്റെ ദൈവം. Amen. Glory to God. There is a reason for the God to come. ആമേൻ. ആ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരാൻ മറ്റൊരു കാരണമാണ് ഇവിടെ വിളിച്ചു Because പറയുന്നത്. I serve him. ഞാൻ അവരെ സേവിക്കുന്നു. I don't go here and there for other things. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവനല്ല. Hallelujah. I don't go here and ഞാൻ there. അങ്ങോട്ടും ഇങ്ങോട്ടും I പോകുന്നവനല്ല. don't waste my time. ഞാൻ എന്റെ സമയം I വൃഥാവാക്കത്തില്ല. don't hang out here and ഞാൻ there. അങ്ങോട്ടും ഇങ്ങോട്ടും ഹാങ് ഔട്ട് ചെയ്യത്തില്ല. Oh, I serve the ഓ, Lord. ഞാൻ എന്റെ ദൈവത്തെ സേവിച്ചു വരുന്നു. Because I serve him. ഞാൻ അവനെ സേവിക്കുന്നത് കൊണ്ട് He will come for me. എനിക്ക് വേണ്ടി അവിടുന്ന് അവനെ ഇറങ്ങുമെന്ന് പറയുന്നു. Oh, this is
is a message for you. ഇവിടെ ആയിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ദൂത് വിളിച്ചു പറയുക. If you serve him, അവനെ യഥാർത്ഥമായി if you love him, അവനെ ഒന്ന് if സ്നേഹിക്കുമെങ്കിൽ, you worship him, അവനെ ഒന്ന് ആരാധിക്കുമെങ്കിൽ, he will come for you. അവൻ അവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന് വിളിച്ചു പറയുന്നു. അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. Glory to God. Glory to യേശുവിന്റെ God. നാമത്തിൽ. Glory to God. ഹല്ലേലൂയ. ചില വ്യത്യസ്തകൾ ഹല്ലേലൂയ. ആമേൻ. ചില സാഹചര്യത്തിൽ ഇറങ്ങി വരുന്ന ദൈവം Thank you, ഹല്ലേലൂയ. Lord. ചില ബൗഡ. Yes, യെസ് ഹല്ലേലൂയ. I serve the Lord. അവിടുന്ന് ബലം മാറി ബൗഡ. Oh, glory. യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. Hallelujah. Time is running out. Let me conclude very quickly. വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പറയട്ടെ. Book of Daniel we see like this. ദാനിയേലിന്റെ പ്രവചന പുസ്തകത്തിൽ ഇങ്ങനെ കാണുന്നു. Chapter 6 we see a king called Darius. ആമേൻ. ഡാരിയസ് എന്ന രാജാവിനെ പറ്റി നിങ്ങൾക്കറിയാമല്ലോ. Amen. He was forced to put Daniel in the lion's den. ആമേൻ. ആ സിംഹത്തിന്റെ കുഴിയിൽ ഇടുവാൻ തക്കവണ്ണം ശ്രമിക്കുമ്പോൾ But chapter 6 we read like this. 6-ാം അധ്യായം ഇങ്ങനെ വായിക്കുന്നു. He came and put Daniel into the den's line. ആമേൻ. ആ സിംഹത്തിന്റെ കുഴിയിലേക്ക് അവനെ ഇടുമ്പോൾ Then he said a word like this. ഇങ്ങനെ അവനോട് പറയുന്നു. Daniel, the God you serve Amen. continually will save you. നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും ദാനിയേലേ എന്ന് വിളിച്ചു പറയുന്നു. I am going to put you in the lion's den. ഓ, ഞാൻ നിന്നെ സിംഹത്തിന്റെ കുഴിയിൽ ഇടാൻ പോവുകയാ. But there is a difference. എന്നാൽ അവിടെ ഒരു വ്യത്യാസമുണ്ട്. You serve a God continually. ഓ, നീ ഒരു ദൈവത്തെ യഥാർത്ഥമായി കണ്ടിന്യൂസ് ആയിട്ട് And he will come in the lion's den for ആ you. സിംഹത്തിന്റെ കുഴിയിലേക്ക് അവിടുന്ന് ദൈവം അയക്കും. Somebody is going through a lion's den this morning. ഓ, ചില സിംഹത്തിന്റെ കുഴിയുടെ അവസ്ഥയിലേക്ക് ചിലർ കടന്നു പോകുന്നുവോ? Amen. Oh, you are being faced with so many attacks. ഓ, പലതരമായ ആക്രമണങ്ങൾ കൂടി കഷ്ടതകൾ കൂടി കടന്നു പോകുന്നു Amen. നിങ്ങൾ. Every day after day, attack after attack. ഓരോ ദൈനംദിനമായി പലവിധമായ ആക്രമണങ്ങൾ പലവിധമായ കഷ്ടതകൾ കൂടി But കടന്നു പോകുന്നു. because you continuously serve the Lord. ഓ, ദൈവത്തെ ഇടവിടാതെ സേവിക്കുന്നതുകൊണ്ട് Hallelujah, Yes, glory. yes, Because you continuously serve the Lord, Yes, He yes. will come for your rescue. Yes, Amen. That is a Amen. word for you. Hallelujah. ആമേൻ, ആമേൻ. Amen. Yes, Glory to God. ഹല്ലേലൂയ. ഓ, Hallelujah. ഇടവിടാതെ സേവിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ. Yes. Glory to God, glory to God. Thank you, Jesus. Yes, hallelujah, hallelujah. Not only that, അത് മാത്രമല്ല, God has said it like this. The angel said like this. ഓ, ദൂതൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു. Every one of the people in this ship, ആമേൻ, ആമേൻ, everyone, ആമേൻ. ഇവിടെ ഇതിന്റെ അകത്ത് ഈ കപ്പലിന്റെ അകത്തായിരിക്കുന്ന എല്ലാ വ്യക്തികളും I am going to grant it to you as a gift. Oh, ആമേൻ, ഞാൻ നിനക്ക് സമ്മാനമായി നൽകാൻ പോവുകയാണ്, ദാനമായി Amen. നൽകാൻ Glory to പോവുകയാണ്. God. Amen. Those you think they are not with you, Amen. God is going to give Oh, yes. every one of them in your hand. Amen. Amen. Hallelujah. അത് That is a സംഭവിക്കട്ടെ. word for you. Yes, അത് Hallelujah. സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ. Yes. Glory to God. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. Thank you, Hallelujah. Jesus. Glory to God. Amen. Glory to God. ആമേൻ. There are people in the family, ആമേൻ. കുടുംബത്തിലെ ചില വ്യക്തി ജീവിതങ്ങള്, in our society. ആമേൻ, നമ്മുടെ സമൂഹത്തിന്റെ നടുവില് We think they are not with us. ആമേൻ, അവര് നമ്മോടൊപ്പം ഇല്ലല്ലോ എന്നുള്ള ചിന്തയോടുകൂടിയാണ് പോകുന്നത്. But Paul here as a prisoner. ആമേൻ, ബന്ധിക്കപ്പെട്ടവനായി പൗലോസ് അപ്പോസ്തലൻ ഇതിനകത്ത് നിൽക്കുമ്പോൾ, Hallelujah. Glory to God. He became a preacher there. ആമേൻ, അവിടെ ഒരു സുവിശേഷകനായിരിക്കാം. Prisoner become a preacher. ആമേൻ, ഒരു ബന്ധിക്കപ്പെട്ടവൻ ഒരു സുവിശേഷകനായി But all മാറിയിരിക്കുന്നു. of a sudden he became a pilot now. ആമേൻ, അവിടെ ഇപ്പോ ഒരു മാലൂമിയായിട്ട് കപ്പലിന്റെ പൈലറ്റായി മാറുന്നു. Because every one of them were given in his hand. ആമേൻ, എല്ലാവരും അവന്റെ കൈകളിലേക്ക് കൊടുത്തുവല്ലോ ദൈവം. Oh, child of God. ആമേൻ, ദൈവം പൈതലേ. Oh, again another message. വീണ്ടും ഒരു ദൂത് വ്യക്തമായി വിളിച്ചു പറയുന്നത്. Amen. God, if you stand faithfully, ആമേൻ, വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ if you നിൽക്കുവാണെങ്കിൽ, continuously serve him, കണ്ടിന്യൂസ് ആയിട്ട് തുറയായിട്ട് ദൈവസന്നിധിയിൽ സെർവ് ചെയ്യുവാണെങ്കിൽ, 273 lives are dependent on you. 273 പേര് നിന്നെ ആശ്രയിക്കുന്നു. നിന്റെ Oh, കയ്യിലേക്ക് glory to വരുന്നു. God. Their lives are dependent on you. ഓ, അവരുടെ ജീവിതം നിന്നിൽ ആശ്രയിച്ചു നിൽക്കുന്നു. Amen. There are people depending on you. ഓ, ചിലപ്പോൾ വ്യക്തി ജീവിതങ്ങൾ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക. There are people depending on you. ആമേൻ, ചില വ്യക്തി ജീവിതങ്ങൾ നിന്നെ തന്നെ If you നോക്കിക്കൊണ്ടിരിക്കുന്നു. stay faithful and remain faithful and focused and will listen to the Amen. voice of God, Amen. 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 Community will be Yes, given yes. to you. Amen. Hallelujah. That is a promise. Yes, ആമേൻ.
Hallelujah, glory to God. Glory to God. Hallelujah. Yes. God will give it to you. ആമേൻ. ദൈവം അത് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പോവുകയാ. Thank you, Jesus. ആമേൻ. ഹല്ലേലൂയ. Glory. Yes. Oh, praise God. ആമേൻ. അപ്പന്റെ പാദം. There are different stages in our life. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുന്നു. And sometimes we are in the comfortable, complacent stage that everything looks very good for us. എല്ലാം നന്നായി പോകുന്നു എന്നൊരു ചിന്തയോടെ ആശ്വാസത്തോടെ തൃപ്തിയോടെ ആത്മതൃപ്തിയോടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ that time we should never hesitate and we should never really stop praying to the Lord. ആ സമയത്ത് പോലും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സം വരരുത്. That is the time you need to fast and pray. അവിടെയാണ് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ മുമ്പോട്ട് ഓടേണ്ടത്. Then because there is another phase of the Euroclydon coming. Amen. And at that time the fasting that you amen and the prayer that you spend in the presence of God earlier will be the one that give you new revelation. ആശ്വാസത്തിന്റെ സമയത്ത് പ്രാർത്ഥനയോടും ഉപവാസത്തോടും പ്രാർത്ഥനയോടും നിന്ന് ഒരു ഈശാനമൂലം എന്ന കൊടുങ്കാറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത ഘട്ടത്തിൽ കടന്നു വരുമ്പോൾ അവിടെയാണ് സംരക്ഷണ കവചമായ ഉയരത്തിൽ നിന്ന് കടന്നു വരുന്നത്. God is speaking to people here when everything is comfortable, spend time in prayer. ആമേൻ. ഇവിടെ ആയിരിക്കുന്ന ചില വ്യക്തികൾ ആശ്വാസത്തോടെ ഇപ്പോൾ കടന്നു പോകുന്നെങ്കിൽ ഇപ്പോൾ യഥാർത്ഥമായി വിലപ്പെട്ട സമയം ദൈവസന്നിധിയിൽ വെക്കുക. When then you are in danger, you will see a revelation. അപകടത്തിന്റെ നടുവിൽ കൂടി കടന്നു പോകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവിടുന്ന് ഒരു വ്യക്തമായ വെളിപ്പാട് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരും. And not only that, he will send an angel for you. അതുമാത്രമല്ല ഒരു ദൂതനെ നിങ്ങളുടെ മുമ്പിലേക്ക് അയക്കാൻ പോവുകയാണ്. And he will change the situation. ആ സാഹചര്യത്തെ മാറ്റുവാൻ തക്കവണ്ണം ശക്തനായ ഒരു ദൂതൻ നിങ്ങളുടെ മുമ്പിൽ കടന്നു വരും. And the greatest miracle in that ship is like this. ആമേൻ. ഇങ്ങനെയാണ് ഏറ്റവും വലിയൊരു അത്ഭുതം ഞാൻ കാണുന്നത്. Amen. God did not calm the storm. ആമേൻ. ആ ഈശാനമൂലിന്റെ നടുവിൽ ദൈവം വന്നില്ല. Amen. God did not calm the storm. ആമേൻ. ഈശാനമൂലിനെ ദൈവം ശാന്തമാക്കിയില്ല. But he gave the calm spirit to the man of God who served him. ആമേൻ. ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിന്റെ വ്യക്തിയിലേക്ക് പൗലോസപ്പോസ്തലനിലേക്ക് പകർന്നു. That is what God is offering you this morning. അതാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ മേലും ദൈവം തരാൻ പോകുന്നത്. Some of the storms in your life may not be calm, but God will give you a calm spirit to handle it. ഓ കൊടുങ്കാറ്റെന്നുള്ള ആ ഒരു ഈശാനമൂലം നിങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം അതിനെ അടക്കുവാഴുവാൻ തക്കവണ്ണം ഒരു ആശ്വാസപ്രദനായ ഒരു ആത്മാവിനെ ദൈവം നിങ്ങളുടെ മുമ്പിലേക്ക് തരാൻ പോവുകയാ.